കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി പവർ കട്ട് ഇല്ലെന്ന് വലിയ നേട്ടമായി പലരും ആഘോഷിക്കുന്നുണ്ട്. അല്ല, പറയാതെ വയ്യ. ആസനത്തിൽ ആല് കിളിർത്താൽ അത് അവനൊരു തണല് എന്ന് പറയുന്നത് പോലെ ഈ മാറ്റത്തിനു പിന്നിലെ യഥാർത്ഥ ചാലകശക്തി കേന്ദ്ര സർക്കാരിന്റെ ദീർഘവീക്ഷണത്തോടുള്ള പദ്ധതികളാണ് എന്നത് പലപ്പോഴും വിസ്മരിക്കപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ ഇത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനോ അറിയിക്കാനോ ഉള്ള സംവിധാനങ്ങൾ കേരളത്തിൽ ഇല്ല എന്നത് തന്നെയാണ് പ്രധാനമായ കാരണം. വൺ നേഷൻ, വൺ ഗ്രിഡ്, വൺ ഫ്രീക്വൻസി. മുൻപ് ഇന്ത്യയിൽ 5 വ്യത്യസ്ത ഗ്രിഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ സതേൺ ഗ്രിഡ് ഒറ്റപ്പെട്ടതായിരുന്നു. എന്നാൽ മോദി സർക്കാർ അധികാരമേറ്റ ശേഷം വൺ നേഷൻ, വൺ ഗ്രിഡ് എന്ന നയം ശക്തമായി നടപ്പിലാക്കി. 2013 ഡിസംബറിൽ സതേൺ ഗ്രിഡിനെ നാഷണൽ ഗ്രിഡുമായി ബന്ധിപ്പിച്ചതോടെ ഇന്ത്യയിലുടനീളം തടസ്സമില്ലാതെ വൈദ്യുതി പ്രവാഹം സാധ്യമായി. പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ ഈ നീക്കമാണ് കേരളത്തിന് രക്ഷയായത്. ഉൽപാദനത്തേക്കാൾ ഉപഭോഗം താങ്ങായി വന്നത് കേന്ദ്രവിഹിതമാണ്. കേരളം ഇന്ന് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ഏകദേശം 85% വരുന്നത് നാഷണൽ ഗ്രിഡിൽ നിന്നാണ്. 2023-24 കണക്കുകൾ പ്രകാരം കേരളത്തിന്റെ ആഭ്യന്തര ഉൽപാദനം മൊത്തം ഉൽപാദനത്തിന്റെ വെറും 5% മാത്രമാണ്. എന്നാൽ നാഷണൽ ഗ്രിഡിൽ നിന്ന് നാം വാങ്ങിയത് ബാക്കി വരുന്ന 95%വുമാണ്. അതായത് സ്വന്തം നിലയിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത കേരളത്തിന് പവർ കട്ട് ഇല്ലാതെ വെളിച്ചം നൽകുന്നത് കേന്ദ്രത്തിന്റെ വിഹിതമാണ് എന്നത് 100% ഉറപ്പാണ്. 10 വർഷം കൊണ്ട് കുതിച്ചുയർന്ന വൈദ്യുതി വിഹിതം. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിന് കേന്ദ്ര ഗ്രിഡിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതിയുടെ അളവിൽ വലിയ വർധനവാണ് ഉണ്ടായത്. 2014 ഉണ്ടായിരുന്നതിനേക്കാൾ 6 ഇരട്ടിയോളം അധികം വൈദ്യുതി ഇന്ന് കേരളത്തിന് ലഭ്യമാകുന്നുണ്ട്. കേന്ദ്രത്തിന്റെ ഉദയ് പദ്ധതിയും ട്രാൻസ്മിഷൻ ലൈനുകളുടെ നവീകരണവുമാണ് ഇത് സാധ്യമാക്കിയത്. സമരങ്ങൾ തോറ്റപ്പോൾ കേരളം ജയിച്ചു എന്ന് പറഞ്ഞാൽ അന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്ത് സമരം ചെയ്ത് പൂട്ടിക്കാൻ ശ്രമിച്ച കൂടംകുളം ആണവ നിലയം ഇന്ന് നാഷണൽ ഗ്രിഡിന്റെ ഭാഗമാണ്. ഈ സമരങ്ങൾ പരാജയപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഇന്ന് കേരളത്തിൽ അവിടുന്നുള്ള വൈദ്യുതി ലഭിക്കുന്നത്. കൂടാതെ റായ്ഗഡ്, പുഗലൂർ, തൃശൂർ ലൈൻ പോലുള്ള വമ്പൻ കേന്ദ്ര പദ്ധതികളാണ് കേരളത്തിലെ വൈദ്യുതി ക്ഷാമത്തിന് അന്ത്യം കുറിച്ചത്. കേരളത്തിൽ പവർ കട്ട് ഇല്ലാത്തത് സംസ്ഥാനം കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ പുതിയ പദ്ധതികൾ കൊണ്ടുവന്നിട്ടോ ഒന്നുമല്ല, മറിച്ച് കേന്ദ്ര സർക്കാർ ഇന്ത്യയെ ഒരുമിച്ച് ഒരു ഗ്രിഡിന് കീഴിൽ കൊണ്ടുവന്നതുകൊണ്ടാണ് ഓരോ മലയാളിയുടെ വീട്ടിലും ഇന്ന് വെളിച്ചം എരിയുന്നത്. അല്ലാതെ കേരള സർക്കാരിന്റെ KSEBയുടെ മീറ്റർ കറങ്ങുന്നത് കൊണ്ട് മാത്രമല്ല. കേന്ദ്ര സർക്കാർ നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും കേരളത്തിലെ മലയാളികൾ അറിയുന്നുണ്ട് അല്ലെങ്കിൽ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ എട്ടുകാലി മമ്മൂഞ്ഞുമാർ ഉള്ളത് കൊണ്ട് അതിൻ്റെ എല്ലാം ഞാനാണ് ചെയ്തത് എന്ന് പറയാൻ കേരള സർക്കാർ ഫ്ലെക്സ് ബോർഡുകളുമായി നിരന്നിരിക്കുകയാണ് എന്ന് മാത്രം.